ഹായ് ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് പ്ലസ് വണ്ണിലെ പെർമ്യൂട്ടേഷൻ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്യാപ്സൂൾ സീരീസ് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് പെർമ്യൂട്ടേഷൻസിൽ നമ്മൾ നോക്കുന്നത്? പെർമ്യൂട്ടേഷൻസിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് അറേഞ്ച്മെന്റുകളെ സംബന്ധിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഗിവൺ ബൈ NPR that is equal to n factorial divided by n minus r factorial. നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ഹൗ മെനി വേസ് 5 സ്റ്റുഡൻസ് ബി സീറ്റഡ് ഓൺ എ ബെഞ്ച്. അതായത് ഒരു ബെഞ്ചിൽ 5 സ്റ്റുഡൻസിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം. സോ നമുക്കിത് പെർമ്യൂട്ടേഷൻ എടുത്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം. പെർമ്യൂട്ടേഷൻ എടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ മൊത്തം എത്രയുള്ള 5 സ്റ്റുഡൻസ് ഉണ്ട്. 5 സ്റ്റുഡൻസിനെ നമുക്ക് ഒരു ബെഞ്ചിൽ അറേഞ്ച് ചെയ്യണം. സോ 5 സ്റ്റുഡൻസ് ഉണ്ട്, 5 സ്റ്റുഡൻസിനെയും നമ്മൾ ബെഞ്ചിൽ അറേഞ്ച് ചെയ്യണം. കറക്റ്റ്. സോ നമ്മളിപ്പോൾ NPR എന്ന് എഴുതി. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എത്രയുണ്ട് മൊത്തം. ഓക്കെ. R എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമ്മൾ എത്ര പേരെ ചൂസ് ചെയ്യണം. ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയേ, 5 സ്റ്റുഡൻസ് ഉണ്ട്, 5 സ്റ്റുഡൻസിനെയും ഒരു ബെഞ്ചിൽ അറേഞ്ച് ചെയ്യണം. 5 പേരെയും നമ്മൾ സെലക്ട് ചെയ്യണം. സോ n-ന്റെ വാല്യൂ എന്ന് പറയുന്നതും 5 ആയിരിക്കും. അതുപോലെ എന്താണ് 5p ആയിരിക്കും വരിക. സോ എന്ത് വരും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 5 ഫാക്ടോറിയൽ, that is equal to 5 factorial by 0 factorial. 5 factorial will be equal to 120. 120 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ എങ്ങനെ ചെയ്യാം? നമുക്കൊരു ബെഞ്ച്, ആ ബെഞ്ചിൽ 5 പേരെ അറേഞ്ച് ചെയ്യണം. സോ 5 പേരെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ ഈ 5 പേരിൽ ആര് വേണമെങ്കിലും വെക്കാം. ഒന്നാമത്തെ പൊസിഷനിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാമത്തെ പൊസിഷൻ ഇരിക്കാം. കാരണം ഒരാളെ നമ്മൾ ഒന്നാമത്തെ പൊസിഷൻ വെച്ചു. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ എത്ര പേരെ വെക്കാൻ പറ്റും? നമുക്ക് 4 പേരെ വെക്കാൻ പറ്റും. കറക്റ്റാ? രണ്ടാമത്തെ പൊസിഷനിൽ നമുക്ക് 4 പേരെ വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ എത്ര പേരാ? 3 പേര്. അടുത്ത പൊസിഷൻ 2 പേര്, ലാസ്റ്റ് പൊസിഷനിൽ ഒരാൾ. സോ ടോട്ടൽ വേസ് എന്ത് വരും? 5 into 4 into 3 into 2 into 1 that is equal to 120 എന്ന് കിട്ടും. ഇവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ കാണും, എന്താണ് 5 ഫാക്ടോറിയൽ? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 into 1. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വരുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേസ് 5 ഗേൾസ് ആൻഡ് 3 ബോയ്സ് ബി സീറ്റഡ് ഇൻ എ റോ സോ ദാറ്റ് നോ ബോയ്സ് കംസ് ടുഗെദർ. അതായത് 5 ഗേൾസ് ഉണ്ട്, 3 ബോയ്സ് ഉണ്ട്. അവരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, പക്ഷെ 2 ബോയ്സ് ഒരിക്കലും അടുത്തടുത്ത് വരരുത്. അതിന്റെ അർത്ഥം എന്താ? ബോയ്സ് എന്ന് പറയുന്നത് ഗേൾസിന്റെ ഇടയിലായിട്ട് വരണം. 5 ഗേൾസിനെയും അറേഞ്ച് ചെയ്യണം, 3 ബോയ്സിനെ അറേഞ്ച് ചെയ്യണം. സോ നമ്മൾ ഗേൾസിനെ എടുത്താൽ നമുക്ക് 5 ഗേൾസിനെ അറേഞ്ച് ചെയ്യണം. കറക്റ്റ്. 5 ഗേൾസിനെ അറേഞ്ച് ചെയ്യണം. കറക്റ്റ്. ഇതിനിടയിലായിട്ട് 3 ബോയ്സിനെ അറേഞ്ച് ചെയ്യാം. സോ ഒരു ബോയ് വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരാം, ഇവിടെ വരാം. സോ ബോയ്സിന് വരാനായിട്ട് എത്ര പോസിബിലിറ്റി ഉണ്ട്? 1, 2, 3, 4, 5, 6 പോസിബിലിറ്റി ഉണ്ട്. ഈ 6 പൊസിഷൻസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ബോയ്സിനെ വെക്കാം. പക്ഷേ നമുക്ക് അറ്റ് എ ടൈം അറേഞ്ച് ചെയ്യാൻ എത്ര ബോയ്സേ ഉള്ളൂ? 3 ബോയ്സേ ഉള്ളൂ. അതായത് മൊത്തം ബോയ്സിന് ഇരിക്കാനായിട്ട് 6 പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് n is equal to 6. അറ്റ് എ ടൈം ഇരിക്കാൻ എത്ര പേരെ ഉള്ളൂ? 3 പേരെ ഉള്ളൂ. സോ r is equal to 3. സോ ഇത് നമുക്ക് എഴുതാം, NPR equal to 6p3. 6p3 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ അപ്പോൺ 6 minus 3 factorial, that is equal to 6 factorial upon 3 factorial. 6 factorial 6 into 5 into 4 into 3 factorial എന്ന് എഴുതാം. സോ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? 6 into 5 into 4 എന്ന് കിട്ടും. ഇനി നമ്മളോട് ഗേൾസ് നോക്കിയാൽ ഗേൾസ് എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 പേര് 5 ഡിഫറെന്റ് പൊസിഷൻസിലായിട്ട് വരുന്നു. സോ ഇവയെ തമ്മിൽ ഇന്റേണലി അറേഞ്ച് ചെയ്യാം. കറക്റ്റാ? 5 ഗേൾസ് ഉണ്ട്, 5 പൊസിഷനിൽ ഇരിക്കാം. സോ അപ്പൊ അതെന്ത് വരും? 5 ഗേൾസ്, അവര് 5 പൊസിഷൻ മൊത്തം ഉണ്ട്, അവിടെ മൊത്തം ഇരിക്കേണ്ട 5 ഗേൾസേ ഉള്ളൂ. സോ 5p5. എന്താണ് 5p5? 5 ഫാക്ടോറിയൽ അപ്പോൺ 5 minus 5 factorial, that is equal to 5 factorial upon 0 factorial, that is equal to 5 factorial. 5 factorial എത്രയാ? 120.
അപ്പൊ നോക്കിയേ, ഗേൾസിനെ ഇത്രയും രീതിയിൽ അറേഞ്ച് ചെയ്യാം, ബോയ്സിനെ ഇത്രയും രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് വേസ് വിൽ ബി ഈക്വൽ ടു 5p5 ഇൻറ്റു 6p3. 5p5 എത്രയാണ്? 120. 5 factorial equal to 120. 6p3 എന്ന് പറയുന്നത് 6 into 5 into 4. That will be equal to 14,400 ways. അതായത് 14,400 വേസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ക്വസ്റ്റ്യൻ യൂസ്ഫുൾ ആണ്, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.